സിദ്ദിഖ് MLA നമുക്കൊപ്പമുണ്ട്. ദീപക് തുടരൂ. ടി സിദ്ദിഖ് MLAയിലേക്ക്. ടി സിദ്ദിഖ്, ഗുഡ് മോർണിംഗ്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ DYFI കുത്തിയിരിക്കുന്നുണ്ട്, കണ്ടിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ല DYFI ഇരിക്കുന്നു എന്നുള്ള വിവരം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്. ഞങ്ങളിവിടെ ബത്തേരി രാഹുൽ ഗാന്ധിയെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ ഭക്ഷ്യക്കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സമരം ചെയ്യേണ്ടത് ഈ സാധന സാമഗ്രികൾ മുഴുവൻ കൊടുത്തയച്ച ജില്ലാ ഭരണകൂടവും അതിനെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. രണ്ട്, പഞ്ചായത്ത് ഭരണസമിതി അത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരംഗങ്ങളും വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്തില്ല. ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്തത്. വിതരണം ജില്ലാതലത്തിൽ കൊടുക്കുമ്പോഴോ പഞ്ചായത്ത് തലത്തിൽ കൊടുക്കുമ്പോഴോ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ പരിശോധന ഉറപ്പുവരുത്താത്ത കുറ്റകരമായ അനാസ്ഥ ചെയ്തത് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ സമരം സംസ്ഥാന സർക്കാരിനെതിരാണ്. അവർ സമരം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ജില്ലാ കളക്ടറുടെ ഓഫീസിലും അതുപോലെ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുമ്പിലുമാണ് സമരം ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ അവരുടെ സ്വന്തം സർക്കാരിന്റെ വീഴ്ച ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ അവർ പഞ്ചായത്തിന് മുമ്പിൽ പോയി കുത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനില്ലാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. അതിന് ആ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇത് ജനകീയ ഉത്തരവാദിത്തമുള്ള ഒരു സമരമല്ല. ഇതിന് ജനകീയ ഇതിൽ ഒരു പങ്കുമില്ല എന്ന് എങ്ങനെയാണ് ടി സിദ്ദിഖ് അങ്ങേക്ക് ഇപ്പോഴും പറയാൻ കഴിയുക? പഞ്ചായത്ത് നോക്കണ്ടേ? പഞ്ചായത്ത് സെപ്റ്റംബറിലെ ഓണക്കിറ്റ് എന്തിനാണ് കൂട്ടിയിട്ടത്? ഓണക്കിറ്റ് ക്രിസ്മസിനാണോ കൊടുക്കുന്നത്? ഒരു മിനിറ്റ്. മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഭക്ഷ്യക്കിറ്റിന്റെ മുഴുവൻ വിതരണവും ഉദ്യോഗസ്ഥ തലത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് കൊടുക്കാൻ ലക്ഷം കൊടുക്കുന്നത് ജോയിന്റ് ഡയറക്ടർ പ്രഖ്യാപിച്ചത് 15-ാം തീയതിയാണ്. അങ്ങേക്ക് അറിയാമല്ലോ അല്ലേ? സെപ്റ്റംബറിൽ വന്ന കിറ്റാണ്. അല്ല സെപ്റ്റംബറിൽ വന്ന കിറ്റ് മാത്രമല്ല. സെപ്റ്റംബറിൽ വന്ന കിറ്റ് ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, സെപ്റ്റംബർ 9-ാം തീയതി വന്ന കിറ്റിൽ എങ്ങനെ 2018 മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉള്ള അരി? അത് ചോദിക്കണം. പക്ഷേ സെപ്റ്റംബർ 9-ാം തീയതി വന്ന കിറ്റ് നവംബറിൽ കൊടുക്കുന്നതിന് എന്താണ് ന്യായം? ഞാൻ പറയാം, ഓരോന്ന് പറയാം. സെപ്റ്റംബർ 9-ന് കൊടുത്ത കിറ്റിൽ എങ്ങനെയാണ് 2018 ചാക്കുള്ള മാനുഫാക്ചറിംഗ് ഡേറ്റുള്ള ചാക്ക് വരിക? ആ ചാക്ക് ഉൾപ്പെടെ 17 ചാക്ക് വന്നത് ഞാൻ നേരിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ EMS ഹോളിൽ പോയി നടത്തിയതാണ്. ഈ 17 ചാക്ക് 835 ചാക്കരിയിൽ 17 ചാക്ക് ഔട്ട് ഓഫ് ഡേറ്റഡ് ആയിട്ടുള്ള ചാക്ക് സാധനങ്ങൾ. അതിൽ പുഴുവരിക്കുന്നുണ്ട്, പ്രാണികളുണ്ട്. അത് ബാഡ് സ്മെല്ലാണ്, വളരെ മോശം സ്മെല്ലാണ്. ഈ സാധനങ്ങൾ കൊടുത്തത് സെപ്റ്റംബർ 9-നല്ല, അത് കൊടുത്തത് നവംബർ 1-ാം തീയതിയാണ്. ഞാൻ അതിന്റെ സ്റ്റോക്ക് നവംബർ 1-ന് കൊടുത്തതിൽ പുഴു ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾ പുഴു കണ്ടെന്നാണോ പറയുന്നത്? ഉത്തരവാദിത്തത്തോടെ പറയണം. നവംബർ 1-ന് വന്ന 835 കിലോ അരി അടങ്ങുന്ന 17 ചാക്കിൽ പുഴു ടി സിദ്ദിഖ് കണ്ടു. 835 ചാക്കിൽ ആ 17 ചാക്ക് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, ആ 17ന്റെ പുറമെ നിരവധി ചാക്കുകൾ പൊട്ടിയതായിരുന്നു. അതിൽ 200-ലധികം ചാക്കുകൾക്ക് മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇല്ല. അങ്ങനെ അതൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കിറ്റുകളാണ് തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടത്. കിറ്റ് വിതരണം ചെയ്യണ്ട എന്നാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. കിറ്റ് വിതരണം ചെയ്യേണ്ട, ക്വാളിറ്റി പരിശോധിച്ച് അത് പുഴുവിനെ കിട്ടിയ കിറ്റ് കൊടുത്തത് കൊണ്ടാണ്. ഒരു സംശയമില്ല. ഇത് മുഴുവൻ ചെയ്ത ഉദ്യോഗസ്ഥന്മാരല്ലേ കൊടുത്തത്. ഞങ്ങൾ 2 കാര്യം ചോദിച്ചു. ഒന്ന്, ക്വാളിറ്റി അഷ്യൂർ പെരുമാറ്റച്ചട്ടം വന്ന ഒക്ടോബർ 15-ന് മുൻപ് മേപ്പാടി പഞ്ചായത്ത് എന്ത് ചെയ്യുകയായിരുന്നു? ഒരു മിനിറ്റ്. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദ്യം മാത്രം ആവർത്തിച്ചു പോകുന്നതാണ് ഉചിതം. ടി സിദ്ദിഖ്, ഈ ചോദ്യത്തിന് മറുപടി പറയും. ഒക്ടോബർ 15-ന് മുൻപ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് മേപ്പാടി പഞ്ചായത്ത് എന്ത് ചെയ്തു? അത്രേ ഉള്ളൂ ചോദ്യം. ഒരു മിനിറ്റ്.
ഞാനൊന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനുള്ള സാവകാശം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കട്ട് ചെയ്ത് നിങ്ങൾ അടുത്തതിലേക്ക് പോയി. താങ്കൾ ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തും അതിന്റെ ഉത്തരം പറയുമ്പോഴാണ് അടുത്ത ചോദ്യം. പറയൂ. അത് ശരിയല്ലാത്ത സമീപനായതുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾ പറയൂ. ചോദ്യം ഒന്നുകൂടി പറഞ്ഞേക്കാം. ഒക്ടോബർ 15 വരെ മേപ്പാടി പഞ്ചായത്ത് എന്ത് ചെയ്യുകയായിരുന്നു? ഇനി ഞാൻ മിണ്ടില്ല. താങ്കളുടെ ഒക്ടോബർ 15 വരെ മാത്രമല്ല, 15-ന് മുമ്പും 15-ന് ശേഷവും അവിടെ കിറ്റ് വിതരണം പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുണ്ട്. എന്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം ഈ വിഷയം പുറത്തു വന്ന ഉടനെ തന്നെ അവിടെ അതിനു മുമ്പും അതിനു ശേഷവും ക്വാളിറ്റി പരിശോധന നടത്താനുള്ള ഉത്തരവാദിത്തം ആരുടേതാ? അത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ നിയോഗിക്കേണ്ടത് ആരാണ്? അത് പഞ്ചായത്ത് ഭരണസമിതിയാണോ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ നിയോഗിക്കുക? അവരുടെ കയ്യിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുണ്ടോ? അത് ജില്ലാ ഭരണകൂടം ചെയ്യേണ്ട ജോലിയല്ലേ? ഞങ്ങൾ ചോദിച്ചു, ജില്ലാ ഭരണകൂടം ഈ സാധന സാമഗ്രികൾ വിതരണം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ റിപ്പോർട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരണം. കലക്ടറോട് ആവശ്യപ്പെട്ടു, ADM-നോട് ആവശ്യപ്പെട്ടു, ഞാൻ പരസ്യമായി പത്രസമ്മേളനത്തിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇതുവരെ തന്നിട്ടില്ല. ആരാ ഇത് ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാരല്ലേ. ക്വാളിറ്റി പരിശോധന ഇല്ലാത്ത സാധനങ്ങൾ പഞ്ചായത്തിലേക്ക് കൊടുത്തയച്ചതാരാ? പഞ്ചായത്തിൽ വിതരണം ചെയ്തതാരാ? അതിന് പഞ്ചായത്ത് പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ അവർക്ക് ഇതിൽ എന്ത് റോളാ ഉള്ളത്? മുമ്പ് കൊടുത്തതായിരിക്കുന്ന ഭക്ഷ്യക്കിറ്റിൽ പരാതി ഇല്ലായിരുന്നു, ഇപ്പോഴാ പരാതി വന്നത്. ഈ പരാതി വന്നത് ഞാൻ രണ്ടാമതൊരു കാര്യം കൂടെ ചോദിച്ചു. പാതിരിപ്പാലയിലെ ഗോഡൌണും കൈനാട്ടിയിലെ ഗോഡൌണും പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഓപ്പണായി പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ വെച്ച് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഓപ്പണായി ചോദിച്ചല്ലോ. ഞങ്ങൾ അവിടെ പോയല്ലോ, കലക്ടർ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു, പിന്നെ കലക്ടർ പിൻവലിഞ്ഞല്ലോ. എന്താ കാരണം? ഇപ്പോഴും അഴുകി ദ്രവിച്ചതായ സാധനങ്ങൾ കിടക്കുക. ഇത് മുഴുവൻ ചെയ്ത് ജില്ലാ ഭരണകൂടം റവന്യൂ വകുക്കുക. മറുപടിയില്ല ഇതുവരെ ഗവൺമെന്റ്. പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി സമരം ചെയ്തൊരു കാര്യമുണ്ടോ? അപ്പോൾ ഈ പഞ്ചായത്തിന് മുന്നിൽ ഇവർ സമരം നടത്തേണ്ടത് ശരിക്കും സർക്കാരിനെതിരെയാണ്, കളക്ടറേറ്റ് മുന്നിലാണ് എന്നതാണ് താങ്കളുടെ വാദം. ഉത്തരം സ്വന്തം സർക്കാരിന്റെ ഉത്തരവാദിത്തരാഹിത്യമായ പ്രവർത്തനം മറച്ചുവെക്കാൻ അവർ ഒരു വ്യാജ പ്രചരണ നിർമ്മിതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അത് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.